ഇവരെ ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും പാത്രമൊക്കെ കഴുകുകയാണ്. കേറി ഇതിന്റെ മുകളിൽ കേറി ഇരുന്നിട്ടാണ്ട് വിളക്കണത്, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, സുമിയാണ്. മലാവി ഡയറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്കൂളിലാണ്. ഇവിടെ നമ്മൾ വന്ന സമയത്ത് ആദ്യമായിട്ട് സ്കൂളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു കിച്ചണാണ്. അതായത് ഫുഡ് ഫീഡിങ് പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്താ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് കൂടെ അറിയാൻ വേണ്ടിയിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് എന്നും രാവിലെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കിച്ചണാണ് ഇപ്പോൾ എൻ്റെ ഈ ബേക്കിൽ നിൽക്കുന്നത്. ഈ കിച്ചണിൽ ഒരു അടുപ്പൊക്കെ വെച്ച് കുക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. കുക്ക് ചെയ്തതിന് ശേഷം ആ പാത്രം വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ വെച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. എന്നുവെച്ചാൽ ഇരുന്ന് കഴിക്കുന്ന ഏരിയ അല്ല, ഭക്ഷണം നമുക്ക് അവിടെ നിന്ന് വിളമ്പി കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളൊക്കെ അതായത് പൊടികൾ സൂക്ഷിക്കാനുള്ള ചെറിയൊരു സ്റ്റോർ റൂം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു കിച്ചണാണുള്ളത്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കിച്ചൺ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് കിച്ചണിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്നും രാവിലെ ഓരോ കുട്ടിക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ദൗത്യത്തിലാണ് ഈ ഒരു ഫുഡ് ഫീഡിങ് പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നാണ് നമ്മുടെ സ്കൂളിൽ ഫുഡ് കൊടുത്തു തുടങ്ങണത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തു തുടങ്ങുകയാണ്. അപ്പം ഇതെങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ലിക്കുണിപ്പാല എന്ന് പറയുന്ന ഒരു പൊറിഞ്ചിൻ്റെ പൗഡർ ഉണ്ട്. അതായത് ഇവിടെ ചെറിയ ചെറിയ പാക്കറ്റിലും വലിയ വലിയ പാക്കറ്റുകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ ചോളാണ്ടി കുറുക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക മുത്താറി ചോളാണ്ടി എന്ത് സംഭവം പറയും, അങ്ങനെ കുറുക്കി കൊടുക്കണ കണ്ടിട്ടുണ്ടാവില്ല ചെറിയ കുട്ടികൾക്ക്. അതേപോലെ അമൃതം പൊടി നഴ്സറികളിലൊക്കെ കിട്ടുന്ന, അംഗൻവാടികളിൽ കിട്ടുന്ന അമൃതം പൊടി, അതുപോലത്തെ ഒരു സംഭവമാണ് ഈ ലിക്കുണിപ്പാല എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറയുന്നത് സോയയും കോണും, അതായത് മെയ്സും സോയയും കൂടിയും ബ്ലെൻഡ് ചെയ്തിട്ട് ഷുഗറിൻ്റെ ഒപ്പം ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു പൗഡറാണ് ഈ ലിക്കുണിപ്പാല എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും രാവിലെ അത് കുറുക്കിയിട്ട് പൊറിഞ്ച് പോലെ ഒരു ചെറിയ സൂപ്പും നല്ല ഒരു പൊറിഞ്ച് പോലെ നമ്മളത് കലക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. കുക്ക് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഓരോ കുട്ടിക്കും 60 ഗ്രാം പൗഡറാണ് കേട്ടോ വേണ്ടത്. നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ഓരോ കുട്ടിക്കും 60 ഗ്രാം പൗഡറാണ്. അപ്പോൾ എത്ര കുട്ടികളാണ് സ്കൂളിൽ വന്നിട്ടുണ്ട് ആ കുട്ടികളുടെ എണ്ണം എടുത്തിട്ട് ഓരോ കുട്ടിക്കും 60 ഗ്രാം വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു പാരൻസിൻ്റെ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ലേഡീസൊക്കെ ചേർന്നിട്ട് അവർ രാവിലെ വന്നിട്ട്, ഇവിടെ അടുത്തുള്ള ചേച്ചിമാർ, അതായത് കുട്ടികളുടെ അമ്മമാരാണ്, അവർ രാവിലെ വന്നിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ അതിൻ്റെ എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ടീച്ചേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും കടക്കാം. അപ്പോൾ സ്കൂളിലായതുകൊണ്ട് പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. കുറേ പേര് അവിടുന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. കുറേ പേരുടെ അടുത്ത് പാത്രം ഉണ്ട്. ആ പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെക്കുകയാണ് രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് ഓരോന്നും വഴിയെ പറയാം. അപ്പോൾ കുട്ടികളെല്ലാവരും വന്ന് അസംബ്ലിയൊക്കെ തുടങ്ങിയിട്ടോ. അസംബ്ലിയിൽ അവരുടെ മോർണിംഗ് പ്രെയറാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്, പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സാർ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നെന്താണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസവും നമുക്കിനി ഫുഡ് ഫീഡിങ് പ്രോഗ്രാം ഉണ്ടാകും. എല്ലാവരും രാവിലെ വരുമ്പോൾ പാത്രമൊക്കെ ആയിട്ടായിരിക്കണം വരേണ്ടത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സാറവിടെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അസംബ്ലിയാണ് ഇപ്പോൾ നടന്നു. അപ്പോൾ അസംബ്ലി പിരിഞ്ഞു. അതിന് ശേഷം സാറ് പറയണം, നിങ്ങൾ എന്നും രാവിലെ പാത്രം കൊണ്ടായിരിക്കണം വരണം, പാത്രമില്ലാതെ വരരുത്, എന്നും ഫുഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷം കാണണം. ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന എന്താ പറയുക ന്യൂട്രീഷണൽ ഫുഡ് എന്ന് പറയുന്നത് ലുക്കിണി പാല എന്ന് പറയും. ലുക്കിണി അല്ല, ലിക്കുണി പാല. ഇതിലുള്ളത് കോണുണ്ട്, സോയ ഉണ്ട്, രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഷുഗറിൻ്റെ കൂടെ. 20 kg പാക്കറ്റാണ് കേട്ടോ ഒരു ചാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഫുഡ് ഫീഡിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൗഡർ. ലൈക്ക് നമ്മുടെ നാട്ടിൽ ഈ നഴ്സറികളിലൊക്കെ അമൃതം പൊടിയൊക്കെ കിട്ടൂലേ, അതേപോലത്തെ ഒരു സംഭവം. ഇതിവിടെ ചെറിയ പാക്കറ്റുകളും അവൈലബിൾ ആണ്, ആൾക്കാർ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ക്ലാസ് തുടങ്ങാമെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൻ്റെ പുറകിലുള്ളത്.
അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവർക്ക് നന്നായിട്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്തു നിന്ന് നടന്നു വരുന്ന കുട്ടികളായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് വരുമ്പോൾ ക്ഷീണമായിരിക്കും, പിന്നെ ക്ലാസ്സിൽ ശ്രദ്ധകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മജാവേൻ്റെ ഭാര്യയുണ്ട്, തമാലയൊക്കെ ഉണ്ട്. അപ്പോൾ മജാവേൻ്റെ ഭാര്യ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിസസിലയിൽ അവർ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കി കൊടുത്തത്, എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മജാവേൻ്റെ ഭാര്യനെയും കൂടെ കൂട്ടിയതേ ഉള്ളൂ. പിന്നെ ചേച്ചിമാർ ഇവിടെ ഉണ്ട്, അതായത് ഇവിടെ സ്കൂളിൽ ഒരു കമ്മിറ്റി ഉണ്ട് ഈ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചിമാരുണ്ട്, അവർ വരും. ഇതാണ് അടുപ്പാക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ശരിക്കും 3 കല്ല് വെച്ചിട്ട് അടുപ്പുണ്ടാക്കാനാണ് പറഞ്ഞത്, പക്ഷെ അവരുടേതായിട്ടുള്ള രീതിയിലാണ് അടുപ്പുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ അടുപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ചുമരിനോട് ചേർത്തിട്ട് അടുപ്പുണ്ടാക്കിയിരുന്നത്. ഇവിടെ ഭയങ്കര കാറ്റാണ്, അപ്പോൾ ആ കാറ്റുകൊണ്ട് ചില സമയത്ത് തീ കത്തിപ്പിടിക്കാറില്ല, ഭയങ്കരമായിട്ട് പുകയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവർ ചുമരിനോട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇത് വർക്കൗട്ട് ആവുന്നുണ്ടോ ഇല്ലെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ഈ അടുപ്പൊന്ന് മാറ്റിയിട്ട് വേറെ രീതിക്ക് ഉണ്ടാകും കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചണ്. ഇപ്പോൾ അവിടെ തമാലയും ബാക്കി എല്ലാവരും ഇരിക്കുന്നില്ല, അതാണ് നമ്മുടെ കുക്കിംഗ് ഏരിയ. അവിടുന്ന് കുക്ക് ചെയ്ത സാധനം നമ്മൾ ഈ സെൻറ്ററിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം, ഇവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ലൂക്കയും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ സ്കൂളിലേക്ക്. ലൂക്കേൻ്റെ ചേട്ടനും ലൂക്കേൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട്. ഞാൻ അവിടെ നമ്മുടെ ബോർവെല്ലിൻ്റെ അവിടെ പോയി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിള്ളേർ പാത്രമൊക്കെ കഴുകാണ് പൊറിഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്നും ഇവർക്ക് ഫുഡ് കഴിക്കാട്ടെ രാവിലെ. അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് വരും. മറ്റേത് ഒരുപാട് നടക്കണ്ടേന്നൊക്കെ പറഞ്ഞാണ്ട് പിള്ളേർ സ്കൂളിലേക്ക് വരില്ല. ഇനിയിപ്പോൾ എല്ലാവരും രാവിലെ ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും പാത്രമൊക്കെ കഴുകുകയാണ്. ചേച്ചിമാര് വെള്ളക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, ഇവിടെ അടുത്ത് തന്നെ ബോർവെല്ലുള്ളത് കൊണ്ട്. അവിടെ കണ്ടില്ലേ, നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ല കുട്ടികൾ വെള്ളം എടുക്കുന്നത്. ഇവിടുന്ന് വെള്ളം എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം കിച്ചണൊക്കെ ഒന്ന് ഇവിടെ എന്താണെന്നറിയോ, ഭയങ്കര കാറ്റായതുകൊണ്ട് ഇലകളൊക്കെ പാറി വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇന്നലെ അവർ കഴുകി ഇട്ട സ്ഥലമാണ്, പക്ഷേ കാറ്റും പൊടിയും വന്നതുകൊണ്ട് ചെറിയ പൊടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി കഴിഞ്ഞിട്ട് ഫയർ ചെയ്തിട്ട് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി പോവുകയാണ്. പിന്നെ പാത്രം എന്താ ഇങ്ങനത്തെ വലിയ പാത്രം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. ഇങ്ങനത്തെ പാത്രമാണ് ഇവിടെ കിട്ടുക. അല്ലാതെ കിട്ടുന്ന ഇവർ സാധാരണ കുക്ക് ചെയ്യുന്ന ചെറിയ പോട്ടുണ്ടാകും. അത് ഒരു 2-4 ദിവസം അടുപ്പിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗമൊക്കെ ഉരുകി പോകും. അതായത് തീരെ കട്ടില്ലാത്ത പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചേച്ചി ഇതാ ചൂലും കൊണ്ട് വരുന്നുണ്ട് കിച്ചണൊക്കെ അടിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ന് ഇവരിത് കണ്ടിന്യൂ ചെയ്തോളും. പിന്നെ ഈ ഒരു അടുപ്പ് കണ്ടിട്ട് എനിക്ക് വലിയൊരു താല്പര്യം തോന്നുന്നില്ല. ഇതിൽ എത്രത്തോളം സക്സസ് ആയിട്ട് എന്താ പറയുക തീ കത്തും, എത്രത്തോളം സക്സസ് ആയി കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു അടുപ്പ് കണ്ട് പരിചയമില്ലല്ലോ. ചിലപ്പോൾ ഇവർ ഇങ്ങനത്തെ അടുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ഉണ്ടാക്കിയത്. എന്തായാലും നോക്കാം നമുക്ക്. ഇത് സക്സസ് അല്ലെങ്കിൽ ഈ അടുപ്പ് നമുക്ക് മാറ്റി ഉണ്ടാക്കാം. അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ കണ്ട പണിയെടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും കുട്ടികളെ ബേക്കിൽ വെച്ചിട്ടാണ് പണി ചെയ്യുക, അല്ലാതെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടൊന്നുമല്ല. അവരും ഒപ്പം ഉണ്ടാവും. ഇല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കര കരച്ചിലൊക്കെ ആകും, അപ്പോൾ ഇവർക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പുറത്ത് വെച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടും. ഇങ്ങനെ തന്നെയാണ് ഇവരെല്ലാവരും ചെയ്യാറ് കേട്ടോ. പിള്ളേരുണ്ടോ ഓരോരോ വിറകൊക്കെ കൊണ്ടുവരണേ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, വിറകൊക്കെ കൊണ്ടുവരണം. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാക്കാനുള്ള ഫുഡല്ലേ, പിന്നെ അധികം വിറകൊന്നും എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല. സ്കൂളിനും അങ്ങനെ വിറക് അറേഞ്ച് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ എല്ലാവരും രാവിലെ വരുമ്പോൾ ഓരോരോ വിറകും കഷ്ണം കൊണ്ട് ഓടി വരിക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ 10-40 വർഷം മുന്നുള്ള കേരളം പോലെ തന്നെയാണ് ഇവിടെ മലാവിയും. ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വിറക് വാങ്ങാന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമല്ല, എന്നും ഉണ്ടാക്കണ്ടേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോരോ വിറകും കൊണ്ടൊക്കെ വരും, വിറകിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ട് വരിക. അതങ്ങനെ കൂട്ടിയിടുമ്പോൾ എന്താ പറയുക, നമുക്ക് വിറകൊക്കെ ആകും. അതായത് പലതുള്ളി പെരുവെള്ളം എന്നറിയില്ല, അതുപോലെ എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നിന്ന് 2 വിറകും കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നും കത്തിക്കാനുള്ള വിറകാവും. അപ്പോൾ ചേച്ചി ഇതവിടെ വിറകൊക്കെ കീറുന്നുണ്ട്. കീറല്ല, വിറകൊക്കെ ഒടിച്ച് മുറിക്കുന്നുണ്ട്. കണ്ടോ, ഓരോ കുഞ്ഞു വിറക് അവനവനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന വിറക് എത്രയാണോ അത്ര കൊണ്ടുവരിക. അപ്പോൾ വിറക് ഉണങ്ങിയ വിറക് നോക്കിയിട്ട് മാറ്റിയിടാണ്. ബാക്കി വിറക് ഇവിടെ പുറത്തിട്ടാൽ അത് ഉണങ്ങി കിട്ടും.
അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഇവിടെ ഒരുപാട് വില്ലേജിലെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു വില്ലേജിനോട് ഇത്ര ദിവസത്തേക്കുള്ള വിറക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാകും, കാരണം ഇവിടെ നിന്ന് കിട്ടാനില്ല. പക്ഷെ അതിൻ്റെ പുറമെ ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ ഓരോ കഷ്ണം, എത്ര വലുപ്പമൊന്നും വേണ്ട, ഓരോ കഷ്ണം വിറക് കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവരും. ഒരുപാട് വിറകാവും കേട്ടോ. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ എത്ര വിറകായി. ഇതിപ്പോൾ നമ്മൾ ഒരു വില്ലേജിനോട് കൊണ്ടുവരാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഇവിടെ അന്വേഷിച്ചാൽ നമുക്ക് വിറക് കിട്ടത്തില്ല. കണ്ടോ, എല്ലാവരും ഹാപ്പിയാണ്, കാരണം അവർക്ക് രാവിലെ ഫുഡ് കിട്ടുമല്ലോ. അതുകൊണ്ട് എന്തും കൊണ്ടുവരാനും എന്തും ചെയ്യാനും ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞത്. എല്ലാവരും വിറക് കൊണ്ടുവരുന്നുണ്ടോ. പിന്നെ എല്ലാവരും വിചാരിക്കും നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. നമ്മളല്ല പറഞ്ഞത്, ഇവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ കമ്മിറ്റി ഉണ്ട് പറഞ്ഞല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ, അവരായിട്ട് അറേഞ്ച് ചെയ്യണതാണ് ഇതെല്ലാം. അതായത് പിള്ളേരോട് പറയും നിങ്ങൾ ഓരോ വിറകും കൊണ്ട് വരണം എന്നുള്ളത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. കാരണം അവർക്കേ അറിയുള്ളൂ ഈ നാടിൻ്റെ സിറ്റുവേഷൻ എന്താണ്, ഇവിടെ എന്തെല്ലാം കിട്ടുമില്ല എന്നൊക്കെ ഉള്ളത്. നമുക്ക് എന്താ പറയുക, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനും പൗഡർ കൊണ്ടുവരാനൊക്കെ ഉള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ കമ്മിറ്റിക്കാരാണ് ഇങ്ങനെ വിറക് കൊണ്ടുവരണം എന്നൊക്കെ അവരോട് പറയണത് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണേ കൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഫോണിൽ കേട്ടോ. ബെല്ലടിച്ചപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോഴേ ഞാനിവിടെ വന്നപ്പോൾ ഈ കുട്ടികളെ, നമ്മൾ ഈ ഏർലി മോർണിംഗിലൊന്നും സ്കൂളിൽ വന്നിട്ടുള്ള പരിചയമൊന്നും എനിക്കില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് വരാറ്. ചിലപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് പോകുകയും ചെയ്യും, കാരണം അവർക്ക് ഉച്ച വരെയുള്ളൂ ക്ലാസ്. അപ്പോൾ അധികമൊന്നും പിള്ളേരെ കാണാൻ, അവർ വരുന്നത് എങ്ങനെയാണെന്ന് കാണാനൊന്നും കഴിയാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നും ഞാൻ വരുന്ന വഴിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ പിള്ളേരെയൊക്കെ കാണുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കവർ ഉണ്ടാവുമല്ലോ, 50 പൈസ കവർ അല്ലെങ്കിൽ 1 രൂപ കവർ എന്നൊക്കെ പറയുന്നത്, പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, അതിലാണ് ബുക്ക് ഇട്ടിട്ട് അവർ തോളത്തിങ്ങനെ 2 ഇതൊക്കെ ആക്കിയിട്ട് ബാഗാക്കി കൊണ്ടുവരാൻ കണ്ടിട്ടുള്ളത്. ചില കുട്ടികൾക്ക് ബാഗുണ്ട്, പക്ഷെ അത് അത്ര വലിയ നല്ല ബാഗൊന്നുമല്ല, കീറിയ ബാഗാണെന്നല്ല അവരിടും. അല്ലാത്തവർ ഇതേപോലെ കവറിൽ ബുക്ക് ഇട്ട് കൊണ്ടുവരുന്ന കണ്ട്. പിന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് നല്ല ഡ്രസ്സല്ല ഇവരാരും ഇട്ടിട്ടുള്ളത്. എന്താ പറയുക, കുറേ കീറിയ ഡ്രസ്സ് ഉണ്ടാകും, അല്ലാത്ത ഡ്രസ്സ് അങ്ങനെയൊക്കെ. എന്താ പറയുക, പിന്നെ കുറച്ച് പേർക്ക് മാത്രം യൂണിഫോമുള്ളൂ, ചിലർക്ക് ഷർട്ട് മാത്രമേ ഉള്ളൂ, ചിലർക്ക് പാൻറ്റ് മാത്രമേ ഉള്ളൂ യൂണിഫോമിൻ്റെ. മറ്റത് വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ യൂസ് ചെയ്തതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ആയിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, പിന്നെ ചില കുട്ടികളൊക്കെ മുണ്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ കവറിൽ ഞാൻ പറഞ്ഞല്ലോ ബുക്ക് ഇട്ട് കൊണ്ടുവരുന്നുണ്ട്, അതിന് പകരം മുണ്ടിൽ ബുക്ക് പൊതിഞ്ഞിട്ട് ബേക്കിൽ, ഞാൻ നേരത്തെ കാണിച്ചാൽ ഒരു ചേച്ചി കുട്ടീനൊക്കെ വെച്ച് കെട്ടി, അതേപോലെ ബേക്കിൽ ആ ഒരു മുണ്ടും ബുക്കും കൂടെ കൂട്ടി കെട്ടിയേക്കാം. എന്നിട്ട് ഇവർ ക്ലാസ്സിൽ നിലത്താണല്ലോ ഇരിക്കുന്നത്, അപ്പം ആ നിലത്ത് ആ മുണ്ട് വെച്ചിട്ട് അതിലിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ഡിഫറൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിച്ച സ്കൂളും നമ്മുടെ ക്ലാസ്സും നമ്മൾ പോയിരുന്ന സ്റ്റൈലും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എത്രയോ വലിയ രാജാക്കന്മാരെ പോലെ നമുക്ക് തോന്നുക. കാരണം അത്രയും ഫെസിലിറ്റീസ് നമുക്കുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് കാരണം അതുപോലും ഇല്ല. അത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ അത്രയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. രാവിലെ വരുന്നത് ഞാൻ ഒന്നിൽ വരുമ്പോൾ അവർ തിരിച്ചു പോകും, ഉച്ചക്കാവില്ല. ഞാൻ ചിലപ്പോൾ ഇവിടെ നമ്മുടെ കട്ടേൻ്റെ പണിക്ക് സ്കൂളിൻ്റെ പണിക്കൊക്കെ വരുമ്പോൾ, അതുകൊണ്ട് അങ്ങോട്ട് കാണലില്ല ഇവർ വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ പല കുട്ടികൾക്കും ചെരുപ്പില്ല, ചില കുട്ടികൾക്ക് മാത്രമേ ചെരുപ്പുള്ളൂ, ചിലരുടെ ചെരുപ്പൊക്കെ കീറി ഇതൊക്കെയാണ്. എന്നാലും അവർ സ്കൂളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആഫ്രിക്കയിലെ ഞാൻ പറയുന്നില്ല, ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് മലാവിയിലാണ്. മലാവിയിലെ ഗ്രാമത്തിലെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള വരവൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ, സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്, എത്രയോ ഫെസിലിറ്റീസ് ഉള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കണ്ടത് പറഞ്ഞതാണ്, അല്ലാതെ വേറെ ഇവരുടെ ദാരിദ്ര്യം കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ കണ്ട കാഴ്ചകൾ എങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകണത്, എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി ഇതിൽ വെള്ളമൊക്കെ ആയിട്ട് അതേ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പൊക്കെ കത്തിക്കണം. അപ്പോൾ കുട്ടികളെല്ലാവരും സ്കൂളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് വെച്ചാൽ എല്ലാം അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഇച്ചിരി സമയം എടുക്കും. നാളെ മുതൽ അവർ ഏർലി മോർണിംഗിൽ വന്നിട്ട് അത് കുക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ 6 മണി 6:15 ആയപ്പോൾ നമ്മളെത്തിയിട്ടുണ്ട്. ലൂക്ക
ലൂക്ക വലുതായിട്ട് കണ്ടില്ലേ, കോലൊക്കെ മാറി. അപ്പൊ അതേ ഒരു ചേച്ചി ചെറിയ കുറച്ച് കനല്, അതായത് തീയും കുറച്ച് പുല്ലും കൊണ്ടുവന്നിട്ടുണ്ട് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുപ്പിൽ നമ്മൾ തീ കത്തിക്കാൻ വേണ്ടി പോവാണ്. Ifori para so ya kuli kandira pamoja. Ni mabanga makulu, makulu akisanga sweti yayi. Pameli kali kandira pasiba, nugaika mamoto pale. Makulu kandira sawa kwa ngono. Mukamara kasole moja mabulu jamara. Ama phanyika. Okay. Ndiri makhago para. അപ്പോൾ ഇങ്ങനെയാണ് ഈ കവറിൻ്റെ ഉള്ളിൽ വേറൊരു കവർ ഉണ്ട് കേട്ടോ, ചാക്കിൻ്റെ ഉള്ളിലായിട്ട്. ഇതാണ് പൊടി. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ പൊടി നമ്മൾ പാത്രത്തിൽ എടുത്തിട്ട് ഈ വെള്ളത്തിക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം എന്നുള്ളത്, ഇല്ലെങ്കിൽ ഇത് കട്ടയാകും. അപ്പൊ അതേ ഒരു ചാക്ക് ഫുള്ള് നമ്മൾ പൗഡർ എടുത്തിട്ട് ഈ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. ഇത് പോണ്ട നല്ല തിക്കായി വരുന്നുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും വെള്ളത്തിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കല്ലേ, അതാണ് ചെറിയ കട്ടകള്. പക്ഷെ അതൊക്കെ നമ്മൾ ഇളക്കി ഉടയ്ക്കും. അപ്പുറത്ത് ഇതാ അടുപ്പിൽ തീ നല്ലോണം കത്തിയിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്ത് വെക്കണം. ഉണ്ട്. അപ്പൊ കട്ട ഉടയ്ക്കാനുള്ള പരിപാടിയിലാണ് ഇവരിത്. നല്ല തിക്കായി. ഇനിയിപ്പോ ഈ ഒരു പാത്രത്തിലും കൂടെ നമ്മൾ ഒരു ചാക്കും കൂടെ കലക്കണം. അപ്പൊ ആദ്യം അതിന്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം രണ്ടാമത്തെ കലക്കാന്. അടുപ്പിൽ വെച്ചത്, അടുപ്പിൽ വെക്കണൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നല്ല വെയിറ്റ് അല്ലേ ഈ സാധനത്തിന്. കേറി ഇതിന്റെ മുകളിൽ കേറി ഇരുന്നിട്ടാണ് ഇപ്പൊ ഇളക്കണത്, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സന്തോഷം ഉണ്ട് കേട്ടോ, എല്ലാം നല്ല ഹാപ്പി ആയിട്ടാണ് ഇളക്കണത്. ഒരാളത് എവിടെ കേറിയിരിക്കുന്നുണ്ട്. ലുക്ക അടുത്ത മേരീന്റെ ഇളക്ക് കഴിഞ്ഞപ്പോ തമാലിയാണ് ഇളക്കാൻ വന്നേക്കുന്നത്. കാരണം ഇവര് ഇത് പൊട്ടിച്ചിട്ട് മറ്റേ അടുത്ത പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അടുത്ത ബാഗ് പൊട്ടിച്ചിട്ട്. Moro simalenga unyumba simapala ulenga maji sai hizo pesa moto mwe mwapika lelo uzapika mawa hizo pesa mwe moto അപ്പൊ നമ്മുടെ പൊറിഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ, എല്ലാം സെറ്റാണ്. ഇനി കുട്ടികളെ വിളിച്ചിട്ട് കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ ഇതൊന്ന് ചൂടാറണം, ചൂടാറിയിട്ട് നമ്മളിത് വിളിച്ചു കൊടുക്കും. അടുപ്പത്ത് നിന്ന് ഇറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ.
നല്ല അടിപൊളി. ഇപ്പം നമ്മുടെ പൊറിഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയ സാധനത്തിൽ നിന്ന് നമ്മൾ ഓരോ കപ്പ് ഓരോ പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇവർക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഒന്ന് ആദ്യം കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഓക്കെ ആണോ, കുക്ക് ചെയ്തത് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ലൂക്കിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൊറിഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേ കുഞ്ഞു പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട്. ഇവർ 1ാം ക്ലാസ്സിലെ കുട്ടികളാണ്. 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഉണ്ടെന്നറിയില്ല. 1ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇവർ. അപ്പം എല്ലാവരും പാത്രമായി വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും വരിവരായി നിന്നിട്ട് പൊറിഞ്ച് കൊടുക്കാൻ തുടങ്ങാൻ കേട്ടോ. പൊറിഞ്ച് ഏതായാലും തണുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ മാറ്റിച്ച് തണുത്തിട്ടുണ്ട്. എല്ലാരും പാത്രം കഴുകി വരട്ടെ. പാത്രം കഴുകി ഓടി വന്ന് ക്യൂവിൽ നിൽക്കാണ്. പാത്രം ഇവിടുന്ന് കഴുകിയിട്ട് എടുക്കട്ടെ. നമ്മൾ അതിനാണ് വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ പൊറിഞ്ച് കൊടുത്തു തുടങ്ങാണ്. എല്ലാവരും വരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയാം, വരിയായിട്ട് നിർത്തിയിട്ടുള്ളത് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വന്നാൽ പ്രശ്നമാകും. കണ്ടില്ല, അപ്പുറത്തെ ഭാഗത്തു നിന്ന് അവിടെ നിന്നൊക്കെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരിയായിട്ട് നിർത്തി എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റും കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ ചിലരെങ്കിലും പറയും, നിങ്ങൾ എന്താണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കൊണ്ട് കോരി കൊടുക്കുന്നത്? പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എന്താണ് കഴിക്കാനുള്ള? അവർ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണല്ലോ കുട്ടികളും കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ എന്താണെന്ന് എല്ലാവരും ചോദിക്കും. നിങ്ങൾക്ക് എന്താ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വാങ്ങിക്കൊടുത്തൂടെ എന്നൊക്കെ. ഇവിടെ പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് ഉപയോഗിക്കുക. അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അവർക്ക് വാങ്ങാൻ കഴിയുന്നത് അതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ പോലെ സ്റ്റീൽ പാത്രങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. അത്രയ്ക്കൊന്നും കിട്ടില്ല. 1-2 കിട്ടിയാൽ കിട്ടി, അങ്ങനെയാണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത പാത്രം കണ്ടില്ലേ, ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ഇവർ കുക്ക് ചെയ്യുന്ന സ്റ്റീലിൻ്റെ പാത്രമുണ്ട്. അത് അടി കട്ടിയില്ലാത്ത സ്റ്റീലിൻ്റെ പാത്രമാണ്. അത് 2-3 തവണ കുക്ക് ചെയ്യുമ്പോൾ നല്ല ചൂട് കിട്ടുമ്പോൾ തന്നെ അത് ഉരുകുകയും പൊട്ടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ ഫുഡ് ഫീഡിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്കുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പാത്രം ഉണ്ടാക്കുന്ന കടയിൽ പോയിട്ടാണ് നമ്മൾ പാത്രം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഇങ്ങനെ പാത്രം ഉണ്ടാക്കി വെച്ചിടത്തുനിന്നാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. സ്റ്റീലിൻ്റെ പാത്രം അടിച്ച് പരത്തി വളച്ചൊടിച്ച് ഇങ്ങനെ പാത്രങ്ങളാക്കി എടുക്കാനായിട്ട് ഇവർ ചെയ്യാറ്. ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രത്തിന്, ഇതിപ്പോൾ ചെറിയ പാത്രമാണ്. നമ്മൾ മേടിച്ചിട്ടുള്ള പാത്രം ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു പാത്രത്തിന് ഇതേ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതും ഇതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ വലിയ ലുക്കായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീലാണ്. അതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത്. ഇതിന് കഴുകി നന്നായി ഉരച്ച് വൃത്തിയാക്കി കഴുകി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴും അവരിങ്ങനത്തെ പാത്രങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പാത്രത്തിന്, അതായത് ഓരോ പാത്രത്തിനും 2,30,000 മലാവി കോച്ചയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ 2,30,000 മലാവി കോച്ച എത്രയാണ് ഇന്ത്യൻ മണി എന്നുള്ളത് ഞാൻ സൈഡിൽ എഴുതി കാണിക്കാം. അപ്പോൾ
അത്രയാണ്, നല്ല എക്സ്പെൻസീവാണ്. കാരണം നമ്മൾ പോയി മേടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇവർ റേറ്റ് കൂട്ടുകയും ചെയ്യും. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ പാത്രം മേടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ വാങ്ങി ഉറപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷൊക്കെ എണ്ണി നോക്കുകയാണ് ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നമ്മുടെ സ്കൂളിലെ കാഴ്ചകൾ കാണാം. ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ അപ്പോൾ ഈ ഒറിഞ്ച് വാങ്ങിയിട്ട് പോണത്. അവർ പതുക്കെ ഇങ്ങനെ എന്താണ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ കുഞ്ഞു പിള്ളേരാണ്. അവരിങ്ങനെ അതും കൊണ്ട് ഇങ്ങനെ പോയിട്ട് അവിടെ സൈഡിൽ പോയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇവരിത് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ പിള്ളേർ കഴിക്കുന്നത് ഒരുപാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി അല്ല ഇന്നത്തെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇത് എല്ലാ ദിവസവും പിള്ളേർക്ക് ഭക്ഷണം കഴിച്ച് അവരുടെ ഹെൽത്ത് ഓക്കെ ആയി സ്കൂളിലേക്ക് വരാനുള്ളൊരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതായത് ഇന്ന് സ്കൂളിൽ നിന്ന് നമുക്ക് ഇപ്പം ഉച്ചയ്ക്ക് സ്കൂൾ കഞ്ഞി കിട്ടുമെന്ന് പറയുമ്പോൾ കുറേ കുട്ടികൾ സ്കൂളിൽ പോകുമല്ലോ. അതുപോലെ തന്നെ രാവിലെ സ്കൂളിൽ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പിള്ളേർ വരുമല്ലോ. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്നതാണ് നിങ്ങൾ കുട്ടികൾ കഴിക്കുന്നത് കൂടുതൽ കാണിക്കുന്നതൊക്കെ ചില കമൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യാത്തത് അതല്ല നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കുള്ളതൊക്കെ ഇവിടെ തമാലയും മേരിയും ചേർന്നിട്ട് കോരി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൻ്റെ അളവിനാണ് കേട്ടോ ഓരോ കുട്ടിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്ത് ഇരിക്കുന്നത് ആരൊക്കെയെന്നറിയാം, മൂന്നാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞത് ആ മരത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി വെയിറ്റ് ചെയ്യും, ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ വിളിക്കാമെന്നാണ്. പക്ഷേ അവർ കുഞ്ഞു പിള്ളേരല്ലേ, അവരിത് കൊടുക്കണം കാണുമ്പോഴത്തേനും ഇവിടെ അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നീങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ അവർ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാം ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞിട്ടാണ് മൂന്നാം ക്ലാസ്സിൻ്റെത്. നമ്മൾ ഓരോ ക്ലാസ് ബേസിലാട്ടോ കൊടുക്കുന്നത്. ഓരോരോ ക്ലാസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്ലാസ്സിനെ വിളിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പം സാറ് വിളിച്ചപ്പോൾ രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും ഏകദേശം ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ടാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ അവിടെ നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലെ കുട്ടികളെ വിളിക്കുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കര ക്രൗഡായി പോകും. കാരണം ഒരുപാട് കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ ഒരു ഏകദേശം 80-90 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഓരോ ക്ലാസ്സും കുട്ടികളുള്ളത്. അപ്പോൾ എല്ലാം കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും തേഞ്ഞു കേട്ടോ. എല്ലാവരും കഴിച്ച് കുറേ ആൾക്കാർ കഴിച്ചൊരു പാത്രം അവിടെ പൈപ്പിൻ്റെ കൂടെ നിന്ന് കഴുകുന്നുണ്ട്. എല്ലാവരും വാങ്ങി അവിടെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്കൂളിലെ ഫുഡ് ഫീഡിങ് പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും കൊടുത്തു. ഇനി ഞാനും തമാലിയും മേരിയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കൂളിലെ ഫുഡ് ഫീഡിങ് പ്രോഗ്രാമും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.